ദൈവനാമത്തിൽ കടന്നുണ്ടാകുന്നത് ഈ അനുഗ്രഹീതമായ നല്ല പകൽ സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്തു ശുശ്രൂഷിക്കുന്നു. മറ്റ് അവരുടെ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവചനം അറിയിക്കുന്നു. എന്റെ പേര് സാജൻ ജോർജ്. ഞാൻ സ്വന്തം വീട് എടത്തുവയാണ്. എടത്തുവയിലെ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. എടത്തുവ ചർച്ച് ഓഫ് ഗോഡിന്റെ മെമ്പറാണ്. ഞാനിപ്പോൾ കുടുംബമായിട്ട് തൃശ്ശൂരിൽ താമസിക്കുന്നു. കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. ഇപ്രകാരം ഈ മീറ്റിംഗിനെ സംബന്ധിപ്പാൻ ഈ വാസ പ്രാർത്ഥനയെ സംബന്ധിപ്പാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ആദ്യം ഓർപ്പിച്ച അതേ ആലോചന തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നൽകിയിട്ടുള്ളത്. പ്രാർത്ഥന എന്ന വിഷയമാണ്. സ്തോത്രം. നമുക്ക് അതിനെ അതിനെ കുറിച്ച് ചിന്തിക്കാം. ആവർത്തന പുസ്തകം 22-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പെട്ടെന്ന് നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 22:8. നിന്റെ വീടിന് മുകളിൽ നിന്ന് വല്ലവനും വീണിട്ട് വീട്ടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് നീ അതിനെ കൈമതിൽ ഉണ്ടാക്കണം. നീ അതിനെ കൈമതിൽ പണിയണം. നമുക്കറിയാം, ഒരു വീട് പണിത് കഴിയുമ്പോൾ ആ വാർപ്പുവീടിന്റെ മുകളിൽ ഒരു 3 അടി ഉയരത്തിൽ ഒരു ചെറിയ കൈമതിൽ ഉണ്ടായിരിക്കും. മുകളോട്ട് പണിയുന്നില്ല, ഒറ്റ നിലയാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കും. ആ കൈമതിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷെ വീടിന് മനോഹാരിത വർദ്ധിപ്പിക്കുവാനും കൂടാതെ ആരെങ്കിലും അബദ്ധവശാൽ കയറി തട്ടി താഴെ പോകാതിരിക്കുവാനുള്ള ഒരു തടസ്സമായിട്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഈ 4 കൈമതില് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ ആദ്യം തന്നെ ആ കൈമതിൽ എന്താണെന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ അവസാനം ചിലപ്പോൾ 3 മതില് പണിതിട്ട് ആ ഉപദേശി 4ാമത് പണിയാതെ പോയേ എന്ന് പറയരുത്. അതുകൊണ്ട് 4 കൈമതിലും ആദ്യം തന്നെ പറയാം. ഒന്നാമത് വിശ്വാസം എന്ന കൈമതില്, 2ാമത് പ്രാർത്ഥന എന്ന കൈമതില്, 3ാമത് പ്രത്യാശ എന്ന കൈമതിൽ, 4ാമത് ഉപദേശം എന്ന കൈമതിൽ. 4 കൈമതിൽ. 1 വിശ്വാസം, 2 പ്രാർത്ഥന, 3 പ്രത്യാശ, 4 ഉപദേശം. നമുക്ക് ഈ ഭവനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരു വീട് പണിതാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ ഓരോരുത്തരും ഭവനങ്ങളാണ്. ആരുടെ ഭവനം? ദൈവത്തിന്റെ ഭവനമാണ്. ഈ ദൈവത്തിന്റെ ഭവനത്തിൽ 4 കൈമതിലുണ്ടായിരിക്കണം. ഒന്നാമതായിട്ട് വിശ്വാസം എന്ന കൈമതിൽ. വിശ്വാസത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ദൈവവചനത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 6-ാമത്തെ അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ സർവായുധ വർഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. നമുക്ക് ആ വാക്യം വായിക്കാം. അതിന്റെ 13 എന്നുള്ള വാക്യം വായിച്ചു. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളി. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പി. വിശ്വാസത്തെ കുറിച്ച് എബ്രായ ലേഖനം വായിക്കട്ട. 11-ാമത്തെ അധ്യായത്തിന് 27-ലാണെന്ന് തോന്നുന്നു വായിക്കുന്നത്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ, ഒന്ന് വായിച്ചാട്ടോ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാട്ടിലും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. അപ്പോൾ വിശ്വാസത്തിന് വളർച്ചയുണ്ട്. വിശ്വാസത്തിന് വളർച്ച വരുമ്പോൾ ചിലതെല്ലാം ഉപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്.
ചിലതെല്ലാം ഉപേക്ഷിക്കും. ഇവിടെ പറയുന്നത് മോശ വിശ്വാസത്താൽ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാട്ടിലും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തതുകൊണ്ട് മോശയ്ക്ക് 6 ലക്ഷം വരുന്ന ജനങ്ങളെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടെ ആയി തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസത്തിന് വളർച്ചയുണ്ട്. വിശ്വാസത്താൽ പഴയ നിയമ ഭക്തന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വാസത്താൽ തീയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത് മതില് വിശ്വാസം എന്ന മതില്. രണ്ടാമത്തത് സ്തോത്രം പ്രത്യാശ. നോക്കാം ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് ഓർപ്പിക്കുക. നമുക്കറിയാം ഈ ലേഖനം എഴുതുന്നത് പൗലോസ് ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ വെച്ചല്ല, എഴുതിയത്. പൗലോസ് എഴുതിയ ലേഖനം എവിടെ വെച്ചെന്നറിയാമോ? ജയിലിൽ വെച്ച, കാരാഗ്രഹത്തിൽ വെച്ച് എഴുതുന്നത്. കാരാഗ്രഹത്തിൽ വെച്ച് ഒരു സന്തോഷത്തിന് ലേഖനം എഴുതുവാൻ പറ്റുമോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ നിരാശ വന്നു കഴിയുമ്പോൾ പിന്നെ സ്തോത്രമില്ല, പാട്ടില്ല, ഹല്ലേലൂയ ഇല്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ആകെ പ്രോബ്ലമാണ്. സ്തോത്രം. എന്നാൽ പൗലോസ് സന്തോഷത്തിന്റെ ലേഖനം ജയിലിൽ വെച്ച് എഴുതുകയാണ്. 4 ലേഖനങ്ങളിൽ, ഫിലിപ്പിയ ലേഖനം നമുക്ക് വ്യക്തമായിട്ടറിയാം. ഈ 4 ലേഖനങ്ങളിൽ 4 അധ്യായങ്ങളിൽ കൂടെ 16 സന്തോഷം അതിനകത്ത് കാണുന്നുണ്ട്. സ്തോത്രം. നമുക്ക് അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 2 വരെ വാക്യങ്ങൾ വായിക്കും. പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുവേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നോക്കിക്കേ, എവിടെ കിടന്നുകൊണ്ടാണ് കൃപയും സമാധാനം പറഞ്ഞുവിടുന്നത്? ജയിലിൽ കിടന്നുകൊണ്ടാണ്. കൃപയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തിന്റെ ലേഖനം എഴുതിയ ഈ അപ്പോസ്തലൻ പൗലോസ് ഈ 4 അധ്യായങ്ങളിൽ 16 സന്തോഷങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിലും 2-ലും 3-ലും 4-ലും 16 സന്തോഷങ്ങൾ. നിങ്ങൾ വീട്ടിൽ വെച്ച് ചെന്നിട്ട് ഈ ഓരോ അധ്യായങ്ങളും ഓരോ സന്തോഷം എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതിനടിയിൽ വരയിട്ടിട്ട് 16 കിട്ടുന്നുണ്ടെങ്കിൽ സ്തോത്രം, അത് ഞാൻ പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. പ്രൈസ് ദി ലോർഡ്. 16 സന്തോഷം. ഈ സന്തോഷത്തിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുക, അതിൽ പൗലോസിനൊരു പ്രത്യാശയുണ്ടായിരുന്നു. ആ പ്രത്യാശ എന്തായിരുന്നു? നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൂടെ വായിച്ച്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യാശയാകുന്ന കൈമതിൽ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയാകുന്ന കൈമതിൽ അതിനെ എന്തെങ്കിലും കേടുപിടിച്ച് കിടക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പണിതോണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തത് പ്രാർത്ഥന. പ്രാർത്ഥനയെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരാം. 4-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്. ഇത് ഒരു മിനിറ്റ്. ഇത് കേട്ടിട്ട് നോക്കിക്കേ, ഇത് കേട്ടിട്ട് അതിനു മുൻപിൽ 1-ാമത്തെ വാക്യം മുതൽ താഴ്ത്തു വായിക്കുമ്പോൾ എന്താണ് കേട്ടത് എന്ന് വ്യക്തമായിട്ട് അവിടെ കാണുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ വേറെ ഒന്നിനു വേണ്ടി പ്രവർത്തിക്കു വേണ്ടി പോകരുത്. സ്തോത്രം. ഇത് കേട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അവൻ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. എസ്തേറിന്റെ പുസ്തകം വായിക്കണം. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത്
പ്രാർത്ഥിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവ് ഈ വിഷയം കേട്ട് കഴിഞ്ഞപ്പോൾ മതില് പൊളിഞ്ഞു കിടക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ തീരുമാനമെടുത്തു. സ്തോത്രം. അവൻ ദാനിയേല് ഈ വിഷയം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന് മുട്ടുകുത്തുവാൻ വേണ്ടി തീരുമാനമെടുത്തു. സ്തോത്രം. മാർത്ത മറിയ സഹോദരൻ സുഖമില്ലാതെ കിടന്നപ്പോൾ ആദ്യം തന്നെ യേശുവിന്റെ അടുക്കൽ വിവരം അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർപ്പിക്കുന്നു. അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം വായിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ച വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ നാഥനെ എന്ന് വിളിച്ച് കർത്താവിനെ പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് അഡ്രസ് ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദ്യം കർത്താവിനെ എന്തുമാത്രം ഉയർത്താമോ, ദൈവത്തിന്റെ നാമത്തെ എന്തുമാത്രം ഉയർത്താമോ ഉയർത്തി അവൻ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവിടെ വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് മരുഭൂമിയിൽ ആയിരുന്നു. 3-ാമത്തെ ദിവസം ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ശിഷ്യന്മാര് ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുവാൻ. സ്തോത്രം. ആമേൻ. ശിഷ്യന്മാരോട് ചോദിക്കുന്നത് കേട്ടോ. യേശു കർത്താവ് തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും തെരഞ്ഞെടുക്കപ്പെട്ടവരാ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. സംഘടന തെരഞ്ഞെടുത്തതല്ല, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളോട് ചിലതിനെ ചോദിക്കും, അവർക്ക് കൊടുക്കുവാൻ വേണ്ടി, അത് വിശപ്പുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി ചിലത് തന്നിട്ടുണ്ട്. തരാതെ കർത്താവ് ചോദിക്കത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഇവർക്ക് തിന്നുവാൻ ഭക്ഷിപ്പാൻ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഒരു കൈ വളർത്തി ആൻഡ്രൂസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലകനുണ്ട്, ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. യേശു പറഞ്ഞു അത് കൊണ്ടുവരുവാൻ വേണ്ടി പറഞ്ഞു. എന്ത് ചെയ്തു യേശു കർത്താവ്? എന്ത് ചെയ്തു? ആദ്യം എന്താണ്? സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ പുകഴ്ത്തുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഓർപ്പിക്കുക, എന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ 0 ആയിരുന്നേക്കാം, എന്നാൽ ഒരുപക്ഷെ മറ്റു നിലകളിൽ ഒന്നുമില്ലായിരുന്നേക്കാം. ആ ഒന്നുമില്ലായ്മ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ആരംഭിക്കും. ശിംശോന് അവൻ കഴുതയുടെ പച്ചത്താടിയിൽ കൊണ്ടാണ് 1 കുന്ന് 2 എന്ന് പറഞ്ഞ് അവൻ ശത്രുവിനെ വിഗ്രഹിച്ചത്. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ, പ്രൈസ് ദി ലോർഡ്, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ ഹല്ലേലൂയ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും കേട്ടോ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തു കഴിയുമ്പോൾ അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രാർത്ഥനയെ കുറിച്ച് ഹന്നായുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ നമുക്കറിയാം. ശമൂവേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് വായിക്കാട്ടാം. മനോവത്സരത്തോടുകൂടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. സ്തോത്രം. ഹന്ന ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരികയാണ്. എന്തിനു വേണ്ടി? ആമേൻ. അവളുടെ നിന്ദ മാറുവാൻ വേണ്ടി, അവിടെ പരിഹാസം മാറുവാൻ വേണ്ടി. അവൾ ദൈവസന്നിധിയിൽ എല്ലാത്തിനും മറുപടി ഉണ്ട് കേട്ടോ. കർത്താവിന്റെ സന്നിധിയിൽ എല്ലാത്തിനും മറുപടി ഉണ്ട്. ഹബക്കൂക്ക് പ്രവാചകൻ ഇപ്രകാരം അവൻ ചില ജനത്തിന്റെ അവൻ നാശം കണ്ടിട്ട് അവരുടേതായ ദുഷ്ട സ്വഭാവത്തെ കണ്ടിട്ട് ഹബക്കൂക്ക് ദൈവത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കുക. യഹോവേ എത്രത്തോളം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ടെങ്ങും മറുപടി ലഭിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് മടുത്തുപോയില്ല കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് പിന്മാറിപ്പോയില്ല. പ്രാർത്ഥിച്ചിട്ട് വീണ്ടും അവൻ ചെയ്തു. അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ടല്ലോ, വീണ്ടും പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അവനൊരു കൊത്തളമുണ്ടാക്കി.
പ്രൈസ് ദി ലോർഡ്. കൊത്തളമുണ്ടാക്കി കൊത്തളത്തിൽ കയറി പ്രാർത്ഥിക്കുക. കൊത്തളത്തിൽ കയറി പ്രാർത്ഥിച്ച ഹബക്കൂക്കിന് മറുപടി ലഭിച്ചു. എന്ന് വിസ കിട്ടിയെന്നാണോ? അല്ല. വീടിനുള്ള പൈസ കിട്ടിയെന്നാണോ? അല്ല. മറ്റ് യാതൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മറുപടി കിട്ടിയിരിക്കുകയാണ്. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞുള്ള ദൈവത്തിൽ നിന്നുള്ള മറുപടി ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഹാപ്പിയായി. പ്രൈസ് ദി ലോർഡ്. ഹബക്കൂക്കിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് മറ്റുള്ള അധ്യായങ്ങളും ഈ അവസാനത്തെ അധ്യായം കൂടെ വായിക്കുമ്പോൾ എന്ത് വ്യത്യാസമുണ്ട്. അവിടെ വായിക്കുന്നത് കന്നുകാലികൾ, ഗോശാലകൾ, കന്നുകാലികൾ ഇല്ല എങ്കിലും ഞാൻ എവിടെ ആനന്ദിക്കും? ഞാൻ എന്റെ ജോലിയിൽ ആനന്ദിക്കുമെന്നാണോ? എന്റെ പൈസയിൽ ആനന്ദിക്കുമെന്നാണോ? എന്റെ വിദ്യാഭ്യാസത്തിൽ ആനന്ദിക്കുമെന്നാണോ? എന്റെ കുടുംബത്തിൽ ആനന്ദിക്കുമെന്നാണോ? എന്റെ സൗന്ദര്യത്തിൽ ആനന്ദിക്കുമെന്നാണോ? അല്ല, ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തോട് പ്രാർത്ഥിച്ച് മറുപടി ദൈവത്തിൽ എല്ലാത്തിനും മറുപടിയുണ്ട്. ഇവൾ ഈ വേദന സഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. അവിടെ ചെന്ന് പ്രാർത്ഥനയുടെ ഒരു മോഡൽ നോക്കണേ. പ്രാർത്ഥന ചിരി മാത്രമേ അനങ്ങുന്നുള്ളൂ. ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മളെ അങ്ങനെ ഇരുത്തും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവം ആ ഒരു അവസ്ഥയിൽ നമ്മളെ അങ്ങനെ ഇരുത്തും. സ്തോത്രം. സൗണ്ട് പുറത്തു വരാത്ത പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏലി പുരോഹിതൻ മറ്റു രീതിയിൽ തെറ്റിദ്ധാരണ, പ്രൈസ് ദി ലോർഡ്, തെറ്റിദ്ധാരണ അനേകരെ നാശത്തിലേക്ക് കൊണ്ടുപോകും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തെറ്റിദ്ധാരണ ഒരിക്കലും ലക്ഷ്യത്തിലേക്ക് എത്തിക്കത്തില്ല. തെറ്റിദ്ധാരണ പരാജയത്തിലേക്കും നാശത്തിലേക്കും പ്രശ്നത്തിലേക്കും കൊണ്ടുപോകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഏലി പുരോഹിതൻ തെറ്റിദ്ധരിച്ചു. എന്നാൽ തെറ്റിദ്ധരിച്ച ഏലി പുരോഹിതൻ പറഞ്ഞപ്പോൾ ഈ ഹന്ന എങ്ങനെയാ പ്രതികരിച്ചത്? ചാടി ഇറങ്ങി പുറപ്പെട്ടോ? ഇവിടെ ആരും അങ്ങനെ ചെയ്യത്തില്ല. എടത്തോലുള്ളവർ കേട്ടോ. സ്തോത്രം. എടത്തോൽ ആരെങ്കിലും ഉണ്ടോ? എടത്തോ സമീപ പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോയി ഉണ്ട് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ചാടി ഇറങ്ങിയില്ല ഈ സഹോദരി. എവിടേക്ക് പോയി? അവൾ നിന്നോ വഹിച്ചുകൊണ്ട് ആ കഷ്ടം സഹിച്ചുകൊണ്ട് എവിടേക്ക് വന്നു? ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു പോകും. ദൈവസന്നിധിയിൽ എല്ലാത്തിനും മറുപടിയുണ്ട്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദൈവം കൊടുത്തു കേട്ടോ. ആ തലമുറ എങ്ങനെയുള്ള തലമുറയായിരുന്നു? അവൻ വഴിപിഴച്ച തലമുറയായിരുന്നില്ല. അവൻ വിശ്വസ്ത പ്രവാചകനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എവിടെ മുതൽ? താൻ മുതൽ ബേർശേബ വരെ അവൻ വിശ്വസ്ത പ്രവാചകനായിരുന്നു. നാട്ടിൽ അവിശ്വസ്തനും ഗൾഫിൽ വിശ്വസ്തനുമല്ല. പ്രൈസ് ദി ലോർഡ്. താനിൽ വിശ്വസ്തനും ബേർശേബയിൽ അവിശ്വസ്തനുമായിരുന്നില്ല. അവൻ താൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ട് വിധ ശുശ്രൂഷ ശമൂവേൽ ചെയ്തു. ഏതൊക്കെ? ഒന്ന് ന്യായപാലനവും ഒന്ന് പ്രവചനവും. ന്യായപാലനവും പ്രവചനവും. ഒരിക്കൽ പ്രാർത്ഥിച്ചതിന്റെ മറുപടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസ്ത പ്രവാചകനായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ദൈവമക്കളെ, ഈ പഴക്കം ചെന്ന് പ്രാർത്ഥനയ്ക്കുണ്ടല്ലോ പലിശ കൂടും. സ്തോത്രം. പഴക്കം ചെന്ന പ്രാർത്ഥനയ്ക്ക് പലിശ കൂടും. അതുകൊണ്ട് പഴക്കം ചെന്ന പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. പലിശ സഹിതം തരുവാൻ ദൈവം മതിയായവന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പുസ്തകം തന്നെ 30-ാമത്തെ അധ്യായത്തിലേക്ക് വരും. 30-ാമത്തെ അധ്യായത്തിൽ എടുത്ത് വായിക്കേണ്ട ദാവീദ്. സ്തോത്രം. ദാവീദിന് അന്ന് 2 ഭാര്യമാരുണ്ടായിരുന്നു. പഴയ നിയമത്തില കേട്ടോ, ഇപ്പോഴല്ല. പഴയ നിയമത്തിൽ 2 ഭാര്യമാരുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി സമ്പത്തും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ആരപകരിച്ചുകൊണ്ടുപോയി? അമാലേക്ക്. പ്രൈസ് ദി ലോർഡ്. ഈ അമാലേക്ക് എന്ന പേരിന്റെ അർത്ഥം യുദ്ധതുല്യമായ എന്നുള്ള അർത്ഥം വരുന്ന പേരാണ് അമാലേക്ക്. ഈ അമാലേക്ക് സ്തോത്രം അപകരിച്ചു അടിച്ചുകൊണ്ട് പോയി. എന്നാൽ ഈ ദാവീദിൽ വ്യാപരിച്ച ദൈവത്തിന്റെ അനുഭവമുണ്ടല്ലോ, മൗനമായിരിക്കുവാനല്ല. പ്രൈസ് ദി ലോർഡ്. കൊണ്ടുപോട്ടെ, അവര് കൊണ്ടുപോകട്ടെ, ഭാര്യമാര് വേറെ കിട്ടുമല്ലോ, പ്രൈസ് കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ച് ഇരുത്തുന്ന ആത്മാവല്ല അവൻ പ്രാപിച്ച ദൈവത്തിന്റെ പരിശുദ്ധമാകട്ടോ.
നമ്മളിൽ വ്യാപരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കേവലം 2 അന്യഭാഷ വരെ നിർത്താൻ വേണ്ടിയുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 2 പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകൾ സംസാരിച്ചു. പിന്നീട് നാം കാണുമ്പോൾ അവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സ്തെഫാനോസ് എവിടേക്ക് നോക്കി? സ്വർഗത്തിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ച് സ്വർഗത്തിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ദൈവപുത്രനെ ആ തേജസ്സോടെ കാണുവാൻ തക്കവണ്ണമിടയായി. ദൈവപുത്രനെ തേജസ്സോടെ കണ്ടു കഴിയുമ്പോൾ നിന്നെ സൈന്യത്ത് വധിക്കുന്ന നിനക്കെതിരെ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ അത് സാരമില്ലാമെന്നുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഹല്ലേലൂയ. ആമേൻ. ഈ ദാവീദിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകമുണ്ടല്ലോ, അവനെ നഷ്ടബോധം വരുത്തുന്നതല്ല, അത് തിരികെ പ്രാപിക്കണം, അത് മടക്കിക്കൊണ്ടുവരണം എന്നുള്ളതായ ഒരു അഭിഷേകത്തിന്റെ നിറവാണ് ദാവീദിലും ഉണ്ടായിരുന്നത്. ദാവീദ് അതിനുവേണ്ടി കുറെ ആൾക്കാരെ സംഘടിപ്പിച്ചു, 10-600 പേരെ സംഘടിപ്പിച്ചു. കുറച്ചു ദൂരം മുൻപോട്ട് പോയപ്പോൾ അതിൽ 200 പേരെ ക്ഷീണിച്ച് അവിടെ ഇരുന്നു. ദാവീദ് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഇവിടെ ഇരുന്നു, കുഴപ്പമില്ല. കൂടെയുള്ളവർ പറഞ്ഞാൽ ഞങ്ങളുടെ ഒന്നിച്ചു വന്നവരല്ലേ, അവര് ഞങ്ങളോട് എന്താ വരാത്തതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദാവീദ് ഒന്നും വേണ്ടിയില്ല, അവരവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വരുന്നു. ഓടി വന്ന് കിതച്ചു വരികയാ. ഉടനെ വെള്ളം ചോദിച്ചു, ഭക്ഷണം ചോദിച്ചു, ഇതെല്ലാം ദാവീദ് കൊടുത്തു. ദാവീദ് ചോദിച്ചു, നീ ആരുടെ ഭക്ഷണക്കാരൻ ചോദിച്ചപ്പോൾ ഞാൻ അമാലേക്കിന്റെ ഒരു ഭൃത്യനാ എന്ന് പറഞ്ഞു. ഉടനെ ദാവീദ് ചോദിച്ചു, ആ പരീക്ഷ എവിടെ, ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ പരീക്ഷ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഈ ബാലൻ പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇന്നപോലെ എന്നെ ഒന്നും ഉപദ്രവിക്കാതെ അവൻ ദാസനെ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുത്ത് മുൻപോട്ട് കടന്നു എന്ന് ആ ശക്തിയെ എല്ലാത്തിനും അവയില്ലാതെയാക്കി. എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ അതെല്ലാം എന്ത് ചെയ്തു? ദാവീദ് തിരികെ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്നു പകൽ നമുക്ക് നഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ കൂടെ തിരികെ തരുവാൻ ദൈവം മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ നഷ്ടപ്പെട്ടു പോയത് തിരികെ കൊണ്ടുവരുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അതിനെ കർത്താവിന്റെ ദാസന്മാരെ ദൈവവചനം പഠിപ്പിക്കുകയും അത് വളരെ ആഴമായതിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരാണല്ലോ. പ്രാക്സൈസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വാക്കാണ്. പ്രാക്സൈസ് എന്ന് പറഞ്ഞാൽ അവൻ പ്രമുഖരായിരിക്കുന്ന അറിയപ്പെടുന്ന വ്യക്തികളുടെ പ്രവൃത്തികൾ. അങ്ങനെയെങ്കിൽ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയിൽ 2 വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആരൊക്കെയാണ്? പത്രോസും പൗലോസും. അവരുടെ ആ 2 പ്രധാനപ്പെട്ട വ്യക്തികളുടെ പ്രവൃത്തികളെ കൂടുതൽ ആയിട്ട് വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. കൂടാതെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്നും കൂടെയാണ് അതിനെ ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദൈവാലയത്തിലേക്ക് പ്രാർത്ഥനാ സമയത്ത് കടന്നു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മുടന്തനായ വ്യക്തിയുടെ കൈനീട്ടി നിൽക്കുന്ന ഒരു ഇരിപ്പാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഇരിപ്പ് കണ്ടപ്പോൾ ആമേൻ ആ പ്രിയപ്പെട്ടവൻ അവര് പറഞ്ഞു, ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? ആമേൻ ഞങ്ങൾ എല്ലാം വിട്ട് ഇറങ്ങിയവരാ. ആമേൻ സ്വർണ്ണ നാണയങ്ങളും പൊന്നുകളും എല്ലാം വിട്ട് ഇറങ്ങിയവരാ. ഇനി ഞങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? സ്തോത്രം. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ഓർക്കണം, ബേസ് നമ്മൾ ഓർക്കണം, പ്രാർത്ഥനയാണ് കേട്ടോ. പ്രാർത്ഥനയിൽ നടക്കുന്ന അനന്തരഫലമായി നടക്കുന്ന പ്രവൃത്തികളിൽ ആമേൻ വളരെ വിചിത്രവും ദൈവത്തിന് പ്രസാദകരവും ജനങ്ങൾക്ക് വിടുതലിന് കാരണമായി തീരുവാൻ തക്കവണ്ണം സാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനങ്ങളാ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ പ്രിയപ്പെട്ടവര് അങ്ങനെ നസ്രയനായ യേശുവിന്റെ നാമം വിളിച്ചു പറഞ്ഞപ്പോൾ എഴുന്നേൽക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു.
തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ 12ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി എടുത്ത് വായിക്കുന്ന 12ാമത്തെ അധ്യായം വളരെ പ്രസിദ്ധമായ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വേദഭാഗമാണല്ലോ 12ാമത്തെ അധ്യായം. പത്രോസ് ബന്ധിക്കപ്പെട്ടു. പത്രോസ് എന്ത് നിമിത്തമാണ് ബന്ധിക്കപ്പെട്ടത്? നിങ്ങൾ പറ. ഏതെങ്കിലും മറ്റ് കേസുകളോ പ്രശ്നങ്ങളോ ഉണ്ടോ? പത്രോസ് സുവിശേഷ നിമിത്തമായി, പ്രൈസ് ദി ലോർഡ്, സുവിശേഷ നിമിത്തമായി ബന്ധിക്കപ്പെട്ടു. സ്തോത്രം. യേശുക്രിസ്തു നിമിത്തമായി ബന്ധിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതിൽ അഭിമാനം കൊള്ളണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ ചില പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ മറ്റുള്ളവർ പറയുമെന്താ? അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, നാടഭാഷ കേട്ടുന്ന കയ്യിലിരിപ്പ് കൊണ്ടാണ്, അവളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, മക്കൾക്ക് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, മാതാപിതാക്കൾ അങ്ങനെ ചെയ്തത് കൊണ്ട്, ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് എന്നൊക്കെ ഒത്തിരി പറച്ചിൽ വരും കേട്ടോ. സ്തോത്രം. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ മൂത്ത മകന് ആമേൻ ഞങ്ങൾ ഡൽഹിയിലെ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരുന്നു. അന്ന് 2 വയസ്സ് മുതൽ കിഡ്നിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു. ബ്രദർ മനോജ് എബ്രഹാം ഇവിടെ ഉണ്ട്. മനോജിന് അല്പമൊക്കെ അറിയാം. മനോജ് എന്റെ മാവിയുടെ കൊച്ചുമകനാണ് മനോജ്. അതുപോലെ തന്നെ തങ്കച്ചൻ. സ്തോത്രം. ആ പ്രിയപ്പെട്ടവരെ, അങ്ങനെ 2 വയസ്സ് മുതൽ ആ ഒരു അനുഭവത്തിൽ മുൻപോട്ട് പോയി. എന്നാൽ ദൈവം അത്ഭുതകരമായ രീതി 2002 ഞാനും വൈഫും കൂടെ ദൈവത്തിൽ 21 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചതിന് 3ാമത്തെ ദിവസം പൂർണ്ണമായി സൗഖ്യമായി. ഇപ്പോൾ എന്നേക്കാൾ നല്ല ആരോഗ്യത്തിൽ ഈ ഇരിക്കുന്ന പോലെ അത്രയുണ്ട്. അതുപോലെ തന്നെ ഇരിക്കും. സ്തോത്രം. അതുപോലെ ആരോഗ്യത്തോടെ ബലത്തോടെ ഇന്നുമായിരിക്കും. 3 മക്കളും 2 പെണ്ണും 1 ആണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എത്ര വലിയവനാണ്, വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കഷ്ടത, പ്രതികൂല. പത്രോസ് ആമേൻ ഈ സുവിശേഷ നിമിത്തമായി ബന്ധിക്കപ്പെട്ടു. ബന്ധിക്കപ്പെട്ട പത്രോസിന്റെ പിൻപിൽ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ആര് പ്രാർത്ഥിച്ചു? സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. ശ്രദ്ധയോട് പ്രാർത്ഥിച്ചാൽ കർത്താവിന് ദാനം സമർപ്പിച്ചല്ലോ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ അവൻ പത്രോസ് അല്ല ഏത് നിലയിലുള്ള ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വിഷയമാണെങ്കിലും വിടുവിക്കപ്പെടുക തന്നെ ചെയ്യും. വിടുവിക്കപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് ഇപ്പോൾ പ്രാർത്ഥനയുടെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. മറുപടിയുമായി വന്ന് നിൽക്കുക. 16ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസും ശീലാസും ആമേൻ അവര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തന്നെ വേണമിടയായി. എവിടെ കിടന്ന്? കാരാഗ്രഹത്തിൽ കിടന്നു. കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുവാൻ അവിടെയും ആമേൻ സുവിശേഷ നിമിത്തമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ആരാധിച്ചുകൊണ്ടിരുന്ന, പാടിക്കൊണ്ടിരുന്ന, സ്തുതിച്ചുകൊണ്ടിരുന്ന ഈ പൗലോസിന്റെയും ശീലാസിന്റെ ജീവിതത്തിൽ അവർക്ക് ആമേൻ ഒരു അത്ഭുതം കാണുവാൻ തക്കവണ്ണമിടയായി. എവിടെ? അവിടെ വെച്ച് തന്നെ ഒരു അത്ഭുതം കാണുവാൻ തക്കവണ്ണമിടയായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനമെല്ലാം കുലുങ്ങത്തക്ക രീതിയിൽ ആമേൻ സഹതടവുകാരുടെ ചങ്ങലുകൾ എല്ലാം അഴിഞ്ഞു വീണ് ഒരു വലിയ ഒരു ദൈവപ്രവൃത്തി അവർക്ക് കാണുവാൻ കഴിഞ്ഞു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ ഉടമസ്ഥൻ കാരാഗ്രഹ പ്രമാണി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. നമുക്കറിയാം ആമേൻ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. വെളിച്ചം ചോദിച്ച് അവരോട് വെളിച്ചത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. അതിനുശേഷമായിട്ടുള്ള ഒരു വാക്കാണ് പലപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്നത്. യജമാനന്മാരെ, ആരെ വിളിക്കുന്നു? ബന്ധനത്തിൽ കിടന്ന ദൈവദാസന്മാരെ വിളിക്കുക. പ്രിയ ദൈവവൈദ്യൻ, നീ ബന്ധനത്തിലാണോ ഏതെങ്കിലും നിലയിൽ എന്ന് പറഞ്ഞാൽ അക്ഷരീയ ചങ്ങലയുടെ വിഷയമാണ് പറയുന്നത്. അതുപോലെയുള്ള വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയായിരുന്നേക്കാം. എന്നാൽ അത് ദൈവത്തിനൊരു പ്ലാനുണ്ട് കേട്ടോ. ഒരു ദൈവപ്രവൃത്തി അതിലുണ്ട്. ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഒരു നീരോർമ്മ അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ അവരുടെ വായിൽ നിന്ന് യജമാനന്മാരെ എന്ന് പറഞ്ഞത് വിളിച്ചത് കേൾപ്പിക്കുവാൻ വേണ്ടിയാ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഈ നേതാവ് എന്ന് പറഞ്ഞാൽ ഈ കാരാഗ്രഹത്തിന്റെ പ്രമാണി ഇപ്പോൾ ഈ ദൈവദാസന്മാരെ എന്ത് വിളിക്കുന്നത്? യജമാനന്മാരെ. പ്രാർത്ഥിച്ചാലുണ്ടല്ലോ നിന്നെ യജമാനനാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവപ്രവൃത്തി മഹത്വപ്പെടുവാൻ തക്കവണ്ണമിടയായി തീർന്നു. പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുമ്പോൾ 1 തെസ്സലോനിക്ക 5:17 പറയുന്നത് അവൻ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. അങ്ങനെ ആ പ്രാർത്ഥന ഇടവിടാതെ ശക്തമായി പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുമ്പോൾ അതങ്ങനെ പറയണമെങ്കിൽ ആമീൻ കർത്താവേ വേഗം വരണമേ എന്ന് എല്ലാവരും പറയുന്ന കൂട്ടത്തിൽ ഒരു സ്റ്റൈലിനെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അടുത്തു നിൽക്കുന്ന വ്യക്തി എന്ത് വിചാരിക്കുമെന്ന് അറിഞ്ഞ് ആ ഒരു മനോഭാവത്തിലല്ല പറയേണ്ടത്. കർത്താവേ വേഗം വരണമേ എന്നുള്ള പ്രാഗൽഭ്യത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ആമീൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരാറായി കേട്ടോ, നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ. ഇനി അധികം സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പേപ്പറുകളിലും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ കാണുന്ന സംഭവങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാ, നമ്മളെ ഭാരപ്പെടുത്തുന്നതാ. നമ്മൾ അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുക്കത്തോടെ കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ തൃശ്ശൂരിൽ ഇപ്പോൾ താമസിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസം ഒരു ഞായറാഴ്ചയിൽ പാസ്റ്റർ വിൽസൺ പാസ്റ്റർ ഒന്നായിരുന്നില്ല, അന്ന് ഞാൻ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു, പെട്ടെന്ന് പോയി. സ്തോത്രം. ഞാൻ ഇതിനു മുമ്പ് 2 മീറ്റിംഗിലൂടെ വന്നിട്ടുണ്ട്. ആ വിൽസൺ പാസ്റ്റർ തൃശ്ശൂരില്, അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. വിൽസൺ കെ സാമുവേൽ, സ്തോത്രം, നന്നായിട്ട് അറിയാം. അങ്ങനെ വിവിധ ഇടങ്ങളിലായിട്ട് ലോകമറിയപ്പെടാത്ത ചില ദൈവദാസന്മാര് അവിടെ ഇവിടെയായിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങൾ തൃശ്ശൂർ കുടുംബമായിട്ട് താമസിക്കുന്നു. അവിടെ ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്. എടത്തുവായിലെ ഒരു കോളനിയിൽ ഞങ്ങൾ ഒരു ചെറിയ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ചർച്ചകളുമായിട്ട് IPC-യുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ സ്തോത്രം ഒരു വകയിലൊരു അമ്മാച്ചനാണ് പാസ്റ്റർ കെ എം ജോൺ. പാസ്റ്റർ കെ എം ജോസഫ് എന്റെ ഒരു പെങ്ങളുടെ വൈഫിനായിട്ട് വരും അമ്മച്ചന്റെ മോടെ. അതുപോലെ തന്നെ പാസ്റ്റർ നമ്മുടെ സണ്ണി ഫിലിപ്പ് ന്യൂയോർക്കിലുള്ള അദ്ദേഹം എന്റെ അളിയനാണ്. വളരെ അടുത്ത ബന്ധമുണ്ട്. തീർച്ചയായിട്ടും ഈ ദൈവികമായ ഈ ആത്മീയ ബന്ധം നമ്മുടെ ജീവിതത്തിൽ അരക്കിട്ടുറപ്പിച്ച് നമുക്ക് മുൻപോട്ട് നീങ്ങാം. അതിരുവരമ്പുകളില്ലാതെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് നീങ്ങാം. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം സമയം അനുവദിച്ചു തന്ന കർത്താവിന് പാസ്റ്റർക്കും മറ്റ് സഹശുശ്രൂഷകന്മാർക്കും അതിന് മുഖാന്തരം ഒരുക്കിയ പ്രിയ തങ്കച്ചിനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും.